എത്തിച്ചേർന്നത്. ഓരോ ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ വർഗീസ് പി തോമസ് മുതൽ ഇങ്ങോട്ട് ഓരോ തലത്തിലും ഏറ്റവും അവസാനം നന്ദകുമാരൻ നായർ വരെയുള്ള ഉദ്യോഗസ്ഥർ ഓരോ ഘട്ടത്തിലും ഇടപെട്ടതുകൊണ്ടും കൃത്യമായ അന്വേഷണത്തിലേക്ക് പോയതുകൊണ്ടും കേസ് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. ഷഫീദ് റാവുത്തർ വീണ്ടും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ അട്ടിമറി സാധ്യത അട്ടിമറി നടന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 28 വർഷത്തെ സമയം, അതിൽ ഈ 2009 കുറ്റപത്രം സമർപ്പിക്കുന്നു. ശേഷം 2019 വരെയുള്ള കാലയളവിൽ ഈ വിചാരണ തടയാൻ വേണ്ടി മാത്രം പ്രതികളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. സുപ്രീം കോടതി അവരെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനെയെല്ലാം CBIയും പ്രോസിക്യൂഷനും കാര്യമായി തന്നെ എതിർത്തു. ഇക്കാര്യങ്ങളിലെല്ലാം പ്രോസിക്യൂഷന്റെ നിലപാട് കറക്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ. പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നു. അതായത് ഈ സാക്ഷികൾ കൂറുമാറിയ സാഹചര്യത്തിൽ തന്നെ ഈ പലതവണ പ്രോസിക്യൂഷൻ പൊളിയുന്നു എന്നുള്ള വാദം ഉയർന്നപ്പോൾ പോലും പ്രോസിക്യൂഷൻ പറഞ്ഞത് കോടതിയെ സംബന്ധിച്ചെടുത്ത ശാസ്ത്രീയ തെളിവുകളും അതേപോലെ തന്നെ സാഹചര്യ തെളിവുകളും അത് പ്രതികൾക്കെതിരെയാണ് എന്നുള്ള വാദം കൃത്യമായി തന്നെ കോടതിയെ പറഞ്ഞ് ധരിപ്പിക്കാൻ, ഈ വിചാരണ വേളയിൽ കൃത്യമായി തന്നെ അത് പറഞ്ഞവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിഭാഗത്തെ സംബന്ധിച്ച് പ്രതിഭാഗം ഉയർത്തി കാണിച്ച ഒരു പ്രധാന സാക്ഷി എന്ന് പറയുന്നത് അവിടുത്തെ നൈറ്റ് വാച്ച്മാൻ ആയിരുന്നു. ഈ നൈറ്റ് വാച്ച്മാൻ പിന്നീട് മരണപ്പെടുകയും അവർക്ക് ഈ വിചാരണ വേളയിൽ അദ്ദേഹത്തെ ഇവിടേക്ക് പ്ലേസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടായി. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗത്തിന് തിരിച്ചടിയായി എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ നാർക്കോ അനാലിസിസും ബ്രെയിൻ ടെസ്റ്റും അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ പ്രതികൾ തെളിവ് നശിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികളിലടക്കം ഉണ്ടായ വീഴ്ച, അവിടുന്ന് തുടങ്ങുന്നു പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും വീഴ്ചകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻക്വസ്റ്റ് നടപടികളിലെ ആദ്യ വീഴ്ച, പിന്നീട് അതിനുശേഷം പല ആവർത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ എണ്ണി പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ പ്രധാനം ഇൻക്വസ്റ്റ്, പിന്നെ ഈ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി സിസ്റ്റർ അഭയുടെ ശിരോവസ്ത്രവും ചെരുപ്പും അടക്കമുള്ള കാര്യങ്ങൾ അത് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇക്കാര്യത്തിൽ നേരത്തെ ഈ അഗസ്റ്റിൻ അടക്കമുള്ള, അതായത് ലോക്കൽ പോലീസ് ASI ആയിരുന്ന അഗസ്റ്റിൻ, അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് DYSP സാമുവൽ, ക്രൈംബ്രാഞ്ച് SP KT മൈക്കിൾ, ഇവർ 3 പേരും ഇക്കാര്യത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അത് ഈ CBI തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. KT മൈക്കിളിനെ അടക്കം ഈ പ്രതിപട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹം വിടുതൽ ഹർജി കൊടുക്കുകയും അദ്ദേഹത്തിനെതിരെ തെളിവുകൾ കൃത്യമായി ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഈ KT മൈക്കിളിനെ അടക്കം, ആ ഉദ്യോഗസ്ഥൻ SP ആയ KT മൈക്കിളിനെ അടക്കം ഇക്കാര്യത്തിൽ ഇങ്ങനെ. ഏതായാലും നമുക്കിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ കോടതി നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ നാളെ അഭയ കേസിന്റെ വിധി പറയും. അതേസമയം തന്നെ പ്രതികൾ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ തിരുവനന്തപുരം CBI പ്രത്യേക കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 2 പ്രതികൾ ഫാദർ തോമസ് M കോട്ടൂർ, ജോസ് പുത്തൃക്കയിൽ, ഇവർ 2 പേരും കുറ്റക്കാരാണ്. സാക്ഷിമൊഴികൾ ശക്തമാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ കോടതി വിലയിരുത്തിയിരിക്കുന്നു. ഹർഷൻ, നമ്മൾ മുൻപ് ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാക്ഷിമൊഴികളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉയർത്തിയ PW3 മൂന്നാം സാക്ഷി രാജു, ഈ 1992 ഈ അഭയ കൊല്ലപ്പെടുന്ന ആ സമയം അദ്ദേഹം മോഷ്ടിക്കാൻ വേണ്ടി കോടതിയിൽ കയറി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിചാരണ വേളയിൽ ഈ രാജുവിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഒരു മോഷ്ടാവിൻ്റെ, നേരത്തെ മോഷണ കേസുകളിൽ പ്രതിയായ അയാളുടെ സാക്ഷിമൊഴി ശേഖരിക്കുന്നതിൽ കോടതി ശ്രദ്ധ പുലർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ആരോപണമായി ഉയർത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം കോടതി തള്ളിയിരിക്കുന്നു. അദ്ദേഹത്തിന്